ഇന്ന് നമ്മൾ പഠിക്കുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിലെ 6ാമത്തെ സെഷനാണ് കേട്ടോ. അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ. എങ്ങനെയാണ് പോളൻ ഗ്രെയിനും പിസ്റ്റിലിന്റെ സ്റ്റിഗ്മയും തമ്മിലുള്ള ഇന്ററാക്ഷൻ നടക്കുന്നത്, എങ്ങനെയാണ് അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ആക്ടിവിറ്റിയാണ് അവിടെ നടക്കുന്നത്, കറക്റ്റ് പോളൻ ഗ്രെയിനെ എങ്ങനെയാണ് പിസ്റ്റിലിന് അറിയാൻ കഴിയുന്നത്, അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് കേട്ടോ. പോളിനേഷൻ, എല്ലാ പോളിനേഷനും കറക്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ കൊണ്ടു കൊടുക്കണം എന്നുള്ളതിന് ഒരു ഗ്യാരണ്ടി ഇല്ല. അതായത് ഇപ്പോൾ വേറെ ഒരു പ്ലാന്റിന്റെ അല്ലെങ്കിൽ വേറൊരു സ്പീഷീസിലുള്ള പ്ലാന്റിന്റെ പോളൻ ഗ്രെയിനും കാറ്റ് വഴിയും ഇൻസെക്ട് വഴിയും ഒക്കെ കൊണ്ടുവരാം. അത് റോങ് ആയിട്ടുള്ള സ്റ്റിഗ്മയിലേക്ക് കൊണ്ടുവരാം അല്ലെ. അപ്പൊ എല്ലാ പോളൻ ഗ്രെയിൻസും ഈ സ്റ്റിഗ്മയുടെ മേലെ ജെർമിനേഷൻ നടക്കില്ല. അപ്പൊ പോളിനേഷൻ ഡസ് നോട്ട് ഗ്യാരണ്ടി ദ ട്രാൻസ്ഫർ ഓഫ് റൈറ്റ് ടൈപ്പ് ഓഫ് പോളൻ. കമ്പാറ്റിബിൾ പോളൻ സെയിം സ്പീഷീസിൽ നിന്ന് വരുന്നത് മാത്രം ആയിരിക്കും എന്ത് നടക്കുള്ളൂ, ജെർമിനേഷൻ നടക്കുള്ളൂ. അപ്പൊ കമ്പാറ്റിബിൾ അല്ലാത്ത പോളൻ ഗ്രെയിൻസും വരാം. അതുകൊണ്ട് പോളിനേഷൻ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ കൊണ്ടു കൊടുക്കണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. പോളൻ റോങ് ടൈപ്പ് ആണെങ്കിൽ, റോങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഡിഫറെന്റ് സ്പീഷീസ് എന്നുള്ളത്, അല്ലെങ്കിൽ അതേ പ്ലാന്റിൽ നിന്ന് അതേ ഫ്ലവറിൽ നിന്ന് തന്നെയുള്ള പോളൻ ഗ്രെയിൻ, സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി കാണിക്കുന്ന സ്റ്റിഗ്മയ്ക്ക് അതേ പ്ലാന്റിൽ നിന്ന് അതേ ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ റിജക്ട് ചെയ്യുക ചെയ്യുന്നത് അല്ലെ. അങ്ങനത്തെ ഉള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയുടെ മേലെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയ്ക്ക് റെക്കഗ്നൈസ് ചെയ്യാനും അതിനെ റിജക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അതായത് പിസ്റ്റിലിന് അതിന്റെ കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യാനും റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യാനും റോങ് ടൈപ്പ് പോളൻ ഗ്രെയിനെ, ഇൻകമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ഏതാന്ന് റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, റൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ വന്നാൽ മാത്രമാണ് പിസ്റ്റിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതായത് സ്റ്റിഗ്മ അതിന് വേണ്ട പോളൻ ജെർമിനേഷന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പൊ പിസ്റ്റില് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് മാത്രം, കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയുടെ മേലെ വന്നിരിക്കണം. എന്നാൽ മാത്രമാണ് പിസ്റ്റില് പോസ്റ്റ് പോളിനേഷൻ ഈവന്റ്സിന് വേണ്ടിയിട്ടുള്ള, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ അല്ല, പോസ്റ്റ് പോളിനേഷൻ കഴിഞ്ഞിട്ട് പിന്നെ നടക്കുന്ന ആക്ടിവിറ്റീനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. ഏത്, കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ വന്നാൽ മാത്രം കേട്ടോ. ഇവിടെ അങ്ങനെ കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ വന്ന് ആ പോസ്റ്റ് പോളിനേഷൻ ഈവന്റ്സ് നടന്നാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ, ഫെർട്ടിലൈസേഷൻ നടക്കുള്ളൂ. അതേസമയം പോളൻ ഗ്രെയിൻ തെറ്റായിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ് വരുന്നത്, ഡിഫറെന്റ് സ്പീഷീസിന്റെ പോളൻ ഗ്രെയിൻ ആണ് വരുന്നത്, അല്ലെങ്കിൽ സെൽഫ് ഇൻകമ്പാറ്റിബിലിറ്റി ഉള്ള ഒരു പ്ലാന്റിലെ അതേ പ്ലാന്റിലെ തന്നെ ഫ്ലവറിന്റെയോ അല്ലെങ്കിൽ അതേ ഫ്ലവറിലെ തന്നെ പോളൻ ഗ്രെയിനോ ഒക്കെയാണ് വരുന്നതെങ്കിൽ അതിന്റെ പിസ്റ്റിൽ അതിനെ റിജക്ട് ചെയ്യുകയുള്ളൂ. അതെങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോളൻ ജെർമിനേഷൻ നടക്കാൻ സമ്മതിക്കില്ല. ഈ പോളൻ ഗ്രെയിന്റെ അകത്ത് പോളൻ ജെർമിനേഷൻ നടക്കുക എന്ന് പറയുന്നത് എന്താ ശരിക്കും നമുക്കറിയാം. അതിന്റെ ഇൻടൈൻ വോള്, പോളൻ ഗ്രെയിനിന്റെ ഇൻടൈൻ വോള് എലോങ്ങേറ്റ് ചെയ്യുന്നതിനെയാണ് പോളൻ ജെർമിനേഷൻ നടക്കുക എന്ന് പറയുന്നത് അല്ലെ. പോളൻ ഗ്രെയിനകത്ത് നമുക്കറിയാം ഓൾറെഡി ഒരു വെജിറ്റേറ്റീവ് സെല്ല്, എന്തിനു വേണ്ടിയിട്ടാ വെജിറ്റേറ്റീവ് സെല്ലുള്ളത്, ഇതിന് ഈ ജനറേറ്റീവ് സെല്ലിന് നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറ്റീവ് സെല്ല് ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ വെജിറ്റേറ്റീവ് സെല്ലിന്റെ ഒപ്പം എന്തുണ്ട്, ഒരു ജനറേറ്റീവ് സെല്ലും കൂടി ഉണ്ട്. ഈ ജനറേറ്റീവ് സെല്ലിന് നറിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടി വെജിറ്റേറ്റീവ് സെല്ല് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ പുറത്തൂടെ എന്തുണ്ട്, എക്സൈൻ വോളും ഉണ്ട് കേട്ടോ. ഈ എക്സൈൻ വോള് ഇരിക്കാത്ത ഭാഗം, അത് ജെം പോർ എന്നറിയപ്പെടുന്ന പറഞ്ഞില്ലേ, ആ ഭാഗത്തൂടെ ഇൻടൈൻ വോള് എലോങ്ങേറ്റ് ചെയ്ത് വരിക ചെയ്യുന്നത്. അപ്പൊ ഈ ഇൻടൈൻ വോള് എലോങ്ങേറ്റ് ചെയ്യുന്നതിനെ നമ്മൾ എന്ത് പറയാ, പോളൻ ട്യൂബ് എന്ന് പറയാം. അപ്പൊ ഈ പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, ന്യൂട്രിയന്റ് വേണം അല്ലെ. അപ്പൊ ആ ന്യൂട്രിയന്റ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാന്നറിയോ, സ്റ്റിഗ്മയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റിഗ്മ ന്യൂട്രിയന്റ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമാണ് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, preventing the pollen germination on the stigma or the pollen tube growth in the style. സ്റ്റൈലിൽ കൂടെ പോളൻ ട്യൂബിന്റെ ഗ്രോത്തും അതേപോലെ തന്നെ പോളൻ ജെർമിനേഷൻ ഓൺ ദ സ്റ്റിഗ്മയും പ്രിവെന്റ് ചെയ്യും. അതിന് കമ്പാറ്റിബിൾ അല്ലാത്ത പോളൻ ഗ്രെയിൻ ആണ് വന്നിരിക്കുന്നതെങ്കിൽ കേട്ടോ. അതാണ് എബിലിറ്റി ഓഫ് ദ പിസ്റ്റിൽ ടു റെക്കഗ്നൈസ് ദ പോളൻ. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ എബിലിറ്റി അനുസരിച്ച് അത് കമ്പാറ്റിബിൾ ആയിട്ടുള്ളതാണ് വരുന്നതെങ്കിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തതാണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുകയും ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അത് എങ്ങനെയാ നടക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഡയലോഗ് ബിറ്റ്വീൻ പോളൻ ഗ്രെയിൻ ആൻഡ് പിസ്റ്റിലാണ്, ഒരു കെമിക്കൽ ഡയലോഗ്. പോളൻ ഗ്രെയിൻ പിസ്റ്റിലിന്റെ മേലെ അല്ലെങ്കിൽ സ്റ്റിഗ്മയുടെ മേലെ, പിസ്റ്റിൽ സ്റ്റിഗ്മ എന്ന് പറയുമ്പോൾ കൺഫ്യൂസ് ആവല്ലേ, പിസ്റ്റിൽ എന്ന് പറയുന്നത് സ്റ്റിഗ്മയും സ്റ്റൈലും ഓവറിയും കൂടിയ സ്ട്രക്ചറിനെ പിസ്റ്റിൽ എന്ന് പറയുന്നത്. പിസ്റ്റിലിന്റെ ഏറ്റവും മേലെ ഇരിക്കുന്ന ലാൻഡിംഗ് പ്ലാറ്റ്ഫോം ഫോർ ദ പോളൻ ഗ്രെയിൻ ആണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്.
കേട്ടോ. അപ്പൊ ഈ സ്റ്റിഗ്മയുടെ മേലെ പോളൻ ഗ്രെയിൻ വരുമ്പോ തന്നെ അവിടെ ഒരു കെമിക്കൽ ഡയലോഗ് നടക്കുന്നുണ്ട്. ഈ സ്റ്റിഗ്മയുടെ മേലെയായിട്ട് ഒരു കെമിക്കൽ ഡയലോഗ് നടക്കുന്നുണ്ട് കേട്ടോ. ആ കെമിക്കൽ ഡയലോഗ് കൊണ്ടാണ് ഈ പോളൻ ഗ്രെയിൻ കറക്റ്റ് ആയിട്ട് വരുന്ന പോളൻ ഗ്രെയിനിനെ സ്റ്റിഗ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സ്റ്റിഗ്മ സെക്രീറ്റ് ചെയ്യുന്ന സ്റ്റിഗ്മ കറക്റ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ് വരുന്നതെങ്കിൽ സ്റ്റിഗ്മ സെക്രീറ്റ് ചെയ്യുന്ന ചില കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് സെക്രീറ്റ് ചെയ്യുമ്പോഴാണ് പോളന് ജെർമിനേഷൻ നടക്കാൻ കഴിയുന്നത്. അതാണ് ആ കെമിക്കൽ കമ്പോണന്റ് ഓഫ് ദ പോളൻ ഇന്ററാക്ടിംഗ് വിത്ത് ദോസ് ഓഫ് ദ പിസ്റ്റിൽ. ആ പോളൻ ഗ്രെയിനിന്റെ കെമിക്കൽ കമ്പോണന്റ് ആണ് പിസ്റ്റിലുമായിട്ട് ഇന്ററാക്ഷനിൽ വരുമ്പോൾ പിസ്റ്റിലിന് ആ കെമിക്കൽ കമ്പോണന്റിനെ റെക്കഗ്നൈസ് ചെയ്യാനും കെമിക്കൽ കമ്പോണന്റ് അതിന് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ അവിടെ പോളൻ ജെർമിനേഷൻ നടക്കാനുള്ള ഫെസിലിറ്റി ചെയ്തു കൊടുക്കാനും കഴിയുന്നത്. ഈ റീസെന്റ്ലി ആണ് അത് കണ്ടുപിടിച്ചത്, ബോട്ടണിസ്റ്റ് കണ്ടുപിടിച്ചത്. ഈ പോളൻ പിസ്റ്റിൽ കമ്പോണൻസ് അതിന് ഇന്ററാക്ഷൻ നടക്കുന്ന എങ്ങനെയാണ് ആ സ്റ്റിഗ്മ വന്നിട്ട് ഒരു പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ പോളൻ ഗ്രെയിനെ സ്റ്റിഗ്മ ആക്സെപ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ റിജക്ട് ചെയ്യുന്നതും എന്നുള്ളത് കണ്ടുപിടിച്ച് വളരെ റീസെന്റ് ആയിട്ടാണ്. അപ്പോൾ ഒരു പോളൻ ഗ്രെയിൻ വന്ന് സ്റ്റിഗ്മയുടെ മേലെ ഇരിക്കുമ്പോൾ അത് റിജക്ട് ചെയ്യുകയാണെന്ന് ഇരിക്കട്ടെ, റിജക്ട് ചെയ്യാനുള്ളത് എന്ത് മെക്കാനിസം ആണ് ആ ഫ്ലവറിൽ നടക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞാൽ ആ മെക്കാനിസത്തിനെ നമ്മൾ സൈലൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള തരത്തിലുള്ള ഹൈബ്രിഡ്സ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അല്ലെ. അപ്പൊ അങ്ങനത്തെ സ്റ്റഡീസ് നടക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ അതാണ് കേട്ടോ. അങ്ങനത്തെ സ്റ്റഡീസ് നടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഹൈബ്രിഡ്സ്, ഈവൻ ദോ ദാറ്റ് പോളൻ ഗ്രെയിൻ ഈസ് നോർമലി നോട്ട് റിസീവ്ഡ് ബൈ ദ സ്റ്റിഗ്മ, സാധാരണയായിട്ട് ആ സ്റ്റിഗ്മ റിസീവ് ചെയ്യാത്ത ഒരു പോളൻ ഗ്രെയിനെ നമുക്ക് ആ സ്റ്റിഗ്മനെ കൊണ്ട് റിസീവ് ചെയ്യിപ്പിക്കാം. എങ്ങനെയാണ് അവർ തമ്മിലുള്ള ആ ഒരു റിലേഷൻ, എങ്ങനെയാണ് ആ സ്റ്റിഗ്മ പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചാല് അതിന്റെ ആ ഒരു മെക്കാനിസം നമുക്ക് മനസ്സിലായ നമുക്ക് ആ ഒരു മെക്കാനിസം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന എന്താണ് ആവശ്യത്തിനുള്ള പ്ലാന്റ്സ്, അതായത് നമ്മുടെ ഡിസൈഡ് പാരന്റൽ പ്ലാന്റ്സ്, ഏത് പ്ലാന്റിൽ നിന്നാണോ പോളൻ ഗ്രെയിൻ നമ്മൾ റിസീവ് ചെയ്യേണ്ട ആ പോളൻ ഗ്രെയിനെ റിസീവ് ചെയ്യിപ്പിച്ച് നമുക്ക് ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ആ ഒരു മെക്കാനിസം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായാൽ. ഇവിടെ ഈ ഫിഗറിൽ ഒരു പോളൻ ജെർമിനേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം പോളൻ ജെർമിനേഷൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഡയഗ്രത്തില് പോളൻ ഗ്രെയിൻസ് ജെർമിനേറ്റിംഗ് ഓൺ ദ സ്റ്റിഗ്മ കണ്ടോ, പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ ജെർമിനേറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സ്റ്റിഗ്മയുടെ മേലെ പോളൻ ട്യൂബ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. സെക്കൻഡില് സ്റ്റൈല് വഴി പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സ്റ്റൈല് വഴി പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്യുന്നതാണ് ഇതായി കാണുന്നത്. ഈ സി ഡയഗ്രത്തിൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോളൻ ട്യൂബ് ഇതിൽ കൂടെ എലോങ്ങേറ്റ് ചെയ്ത് ഇതിലെ വന്ന് ഇതിന്റെ ഒവ്യൂളിന്റെ ഉള്ളിലിരിക്കുന്ന എംബ്രിയോസാക്കിന്റെ ആ ഭാഗത്തേക്ക് എൻട്രി ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. ഇനി അത് എൻട്രി ചെയ്തതിന് ശേഷം ആ ഫിലിഫോം അപ്പാരറ്റസിലേക്ക് കയറി അതിന്റെ ഫിലിഫോം അപ്പാരറ്റസ് ഇത് സൈനർജിഡിലേക്കും അതുപോലെ എഗ്ഗിലേക്കും സൈനർജിഡിലേക്ക് ആ പോളൻ ട്യൂബിനെ ഡയറക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് കുറച്ച് എൻലാർജ്ഡ് ആയിട്ട് ഇതാ ഇവിടെ കാണിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു എഗ്ഗും അതുപോലെ തന്നെ ജനറേറ്റീവ് സെല്ല് മെയിൽ ഗ്യാമീറ്റ് ഇതാ ഒരെണ്ണം എഗ്ഗിനകത്തേക്ക് കൊടുക്കുന്ന ഈ കാണുന്ന ഈ സൈനർജിഡ് ഒരു എഗ്ഗിനെ ഇതാ ഇങ്ങോട്ടും കൊടുക്കും, ഒരു എഗ്ഗിനെ പോളാർ ന്യൂക്ലിയയിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ കാണുന്നത് ആ ഒരു പ്രോസസ്സാണ് ലാസ്റ്റ് ഡയഗ്രം അഞ്ചാമത്തെ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോ നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളിനേഷൻ നടന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയുടെ മേലെ ജെർമിനേറ്റ് ചെയ്യും, പോളൻ ട്യൂബ് ഉണ്ടാക്കും. ഈ പോളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം? ന്യൂട്രിയൻസ് വേണം. ആ ന്യൂട്രിയൻസ് ആരാ കൊടുക്കുന്നത് അറിയോ? സ്റ്റിഗ്മയാണ് കൊടുക്കുന്നത്. ഇതിന്റെ ഉള്ളിലിരിക്കുന്ന ഈ ന്യൂട്രിയൻസ് ജനറേറ്റീവ് സെല്ലിന് ന്യൂട്രിയന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇതിൽ കൂടെ പോരുന്ന വഴിക്ക് ഈ പോളൻ ട്യൂബിനെ എലോങ്ങേറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് അല്ല വെജിറ്റേറ്റീവ് സെല്ലിന് ജനറേറ്റീവ് സെല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഫംഗ്ഷനാണ് ഉള്ളത്. ഈ ഇൻടൈൻ വാൾ എലോങ്ങേറ്റ് ചെയ്ത് പോളൻ ട്യൂബായിട്ട് മാറുന്ന സ്റ്റിഗ്മയില് ന്യൂട്രിയൻസ് റിസീവ് ചെയ്തിട്ടാണ്. അതേപോലെ തന്നെ ഈ ഇതിന്റെ അകത്തെ കണ്ടന്റ്, ഈ പോളൻ ഗ്രെയിനിന്റെ ഉള്ളിലെ കണ്ടന്റ് ഈ പോളൻ ട്യൂബ് വഴി അത് മൂവ് ചെയ്യും. പോളൻ ട്യൂബ് വഴി അത് മൂവ് ചെയ്ത് ദാറ്റ് വിൽ റീച്ചസ് ടു പോളൻ ട്യൂബ് സ്റ്റിഗ്മ വഴി അത് സ്റ്റൈല് വഴി ഓവറിയിലേക്ക് റീച്ച് ചെയ്യും. അതായത് പോളൻ ട്യൂബ് ഗ്രോ ചെയ്യുന്ന സ്റ്റിഗ്മയിൽ ജെർമിനേഷൻ നടന്ന്
ജെർമിനേറ്റ് ആയിട്ടുള്ള ആ പോളൻ ട്യൂബ് നേരെ സ്റ്റൈൽ വഴി അത് ഓവറിയിലേക്ക് എൻറ്റർ ചെയ്യും. ഓക്കെ, ഓവറിയിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒവ്യൂളില് അവിടെ എംബ്രിയോ സാക്കിൽ ഇരിക്കുന്ന എഗ്ഗുമായിട്ട് അതിനെ ഫ്യൂസ് ചെയ്യാൻ കഴിയും അല്ലെ. ഇനി നമ്മൾ പോളൻ ഗ്രെയിൻ ഫോർമേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു 60% പ്ലാന്റിൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്ന 2 സെല്ല് കണ്ടീഷനിലാണ്, ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ല് കണ്ടീഷനിലാന്ന് നമ്മൾ പറഞ്ഞു. ആ തരത്തിലുള്ള പ്ലാന്റ്സിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്യും ഒന്നും കൂടെ, കാരണം ഇവർക്ക് ഡബിൾ ഫെർട്ടിലൈസേഷൻ നടക്കാനുള്ളതാണ് അല്ലെ. ആ ജനറേറ്റീവ് സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അതെവിടെ വെച്ചാന്നറിയോ? പോളൻ ട്യൂബ് സ്റ്റിഗ്മ വഴി എലോങ്ങേറ്റ് ചെയ്ത് ആ സ്റ്റൈൽ വഴി പാസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന വെജിറ്റേറ്റീവ് സെല്ലിൽ ഇരിക്കുന്ന നറിഷ്മെന്റിനെ യൂസ് ചെയ്തിട്ട് ആ ജനറേറ്റീവ് സെല്ല് 2ആയിട്ട് ഒന്നും കൂടി ഡിവൈഡ് ചെയ്യും കേട്ടോ. അപ്പൊ അത് 3 സെൽഡ് കണ്ടീഷൻ ആയിട്ട് മാറും. ഇനി ബാക്കി 40% പ്ലാന്റ്സിൽ 3 സെൽഡ് കണ്ടീഷനിൽ തന്നെയാണ് പോളൻ ഗ്രെയിന് ഷെഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഈ പോളൻ ട്യൂബ് 2 മെയിൽ ഗ്യാമീറ്റിനെ അത് ഓവറിയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിപ്പിക്കും. പോളൻ ട്യൂബ് ഓവറിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒവ്യൂളിലേക്ക് എൻറ്റർ ചെയ്യും. മൈക്രോപൈൽ വഴിയാണ് അത് എൻറ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഒരു സൈനർജിറ്റിലേക്ക് എൻറ്റർ ചെയ്യും. നമ്മൾ പറഞ്ഞു ആ എഗ് അപ്പാരറ്റസ് എംബ്രിയോസാക്ക് പഠിച്ചപ്പോൾ സൈനർജിറ്റിന്റെ മേലെ ഒരു തിക്കനിങ് ഉണ്ട്, അതിന് നമ്മൾ ഫിലിഫോം അപ്പാരറ്റസ് എന്നാ പറയുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ. ആ ഫിലിഫോം അപ്പാരറ്റസ് വഴി അത് സൈനർജിറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന നമുക്ക് കാണാം അല്ലെ. ഫിലിഫോം അപ്പാരറ്റസ് വഴി സൈനർജിറ്റിലേക്ക് എൻറ്റർ ചെയ്യുന്ന ഡയഗ്രം ഞാൻ കാണിച്ചു തന്നില്ലേ, ഫിഗർ 212D. ഒന്നുകൂടെ കാണിച്ചു തരാം. വേണ്ട, ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഈ കാണുന്നത്. അതുവഴി ഈ മെയിൽ ഗ്യാമീറ്റ് 2 മെയിൽ ഗ്യാമീറ്റിനെ ക്യാരി ചെയ്യുന്ന പോളൻ ട്യൂബ് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യും. ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണ് അതൊരു സൈനർജിറ്റിലേക്ക് ഡയറക്ട് ചെയ്യുന്നത്. സൈനർജിഡ് ഒരെണ്ണം അതിന് എഗ്ഗിനും കൊടുക്കും, ഒരു ന്യൂക്ലിയസിന് ജനറേറ്റീവ് സെല്ലിനും കൊടുക്കും. വേണ്ട, ഒരു ജനറേറ്റീവ് സെല്ല് ദാ ഇങ്ങോട്ടും പോയി, ഒരു ജനറേറ്റീവ് സെല്ല് ദാ ഇങ്ങോട്ടും പോകുന്നു. അങ്ങനെ ഡയറക്ട് ചെയ്യുന്നത് ആരാണ്? സൈനർജിഡ് ആണ് കേട്ടോ. സോ ഹിയോ ഫിലിഫോം അപ്പാരറ്റസ് വഴി അത് സൈനർജിഡിലേക്ക് കയറിയും സൈനർജിഡ് ഒന്നിന് ഒരു മെയിൽ ഗ്യാമീറ്റിനെ എഗ്ഗിനും ഒരു മെയിൽ ഗ്യാമീറ്റിനെ അത് പോളാർ ന്യൂക്ലിയയ്ക്കും കൊടുക്കും. ഈ റീസെന്റ് സ്റ്റഡിയിൽ ഫിലിഫോം അപ്പാരറ്റസ് മൈക്രോപൈലാർ റീജിയനിൽ ഇരിക്കുന്ന സൈനർജിറ്റിൽ ഇരിക്കുന്ന ഫിലിഫോം അപ്പാരറ്റസ് ഈ സൈനർജിന്റെ സർഫസിൽ ഇരിക്കുന്ന ഫിലിഫോം അപ്പാരറ്റസ് ആണ് പോളൻ ട്യൂബിനെ സൈനർജിറ്റിലേക്ക് എൻറ്റർ ചെയ്യിപ്പിക്കുന്നതെന്ന് കണ്ടുപിടിച്ചതൊക്കെ ഈ അടുത്ത കാലത്താണ് കേട്ടോ. ഇനി ഈ ഈവന്റ്, അതായത് പോളൻ സ്റ്റിഗ്മയിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് മുതൽ അത് ഒവ്യൂളിലേക്ക് എൻറ്റർ ചെയ്യുന്നത് വരെ ഉള്ള ആ പർട്ടിക്കുലർ ഈവന്റിനെ കംപ്ലീറ്റ് നമ്മൾ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ ഒരു ഡൈനാമിക് പ്രോസസ് ആണ് കേട്ടോ. വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പോളൻ റെക്കഗ്നീഷൻ, പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റിഗ്മ വന്ന് ഒന്നുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യാം. കാരണം അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് ഒന്നുപോലെ അത് കമ്പാറ്റിബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകമ്പാറ്റിബിൾ ആയിരിക്കാം. കമ്പാറ്റിബിൾ ആണെങ്കിൽ അതിനെ റിസീവ് ചെയ്യും, ഇൻകമ്പാറ്റിബിൾ ആണെങ്കിൽ അതിനെ റിജക്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ആ ഒരു നോളജ് വെച്ച് പ്ലാൻ ബ്രീഡറിന്റെ കേസിലൊക്കെ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്താൽ നമുക്ക് ഇൻകമ്പാറ്റിബിൾ പോളിനേഷനും പ്രൊമോട്ട് ചെയ്ത് ഡിസൈഡ് ഹൈബ്രിഡ്സിനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പറഞ്ഞില്ലേ ആ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്, ആ കെമിക്കൽ ഈവന്റ്സ് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് റീസെന്റ് സ്റ്റഡീസിൽ നിന്നാണ് നമുക്ക് മനസ്സിലായത്. ആ റീസെന്റ് സ്റ്റഡീസിൽ നിന്ന് മനസ്സിലായപ്പോൾ എന്ത് മെക്കാനിസം കൊണ്ടാണ് ഒരു പർട്ടിക്കുലർ പോളൻ ഗ്രെയിനെ പിസ്റ്റിൽ റിജക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലായ അതിനെ അങ്ങ് ന്യൂട്രലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം, നമുക്കൊന്ന് മോഡിഫൈ ചെയ്തെടുക്കാം. അതുകൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഡിസൈഡ് ടൈപ്പ്, നമുക്ക് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഹൈബ്രിഡ് ഇൻകമ്പാറ്റിബിൾ പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യിപ്പിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഒരു ഗുണം കേട്ടോ. അതേപോലെ നമുക്ക് ഈ പോളൻ ജെർമിനേഷൻ നമ്മൾ ഔട്ട്സൈഡ് ദ ലിവിങ് ടിഷ്യൂ കാണണം എന്നുണ്ടെങ്കിൽ പീ പ്ലാന്റിന്നോ അല്ലെങ്കിൽ ചിക്ക് പീന്നോ ക്രോട്ടലേറിയെന്നോ ബാൾസം എന്ന് പറയുന്ന പ്ലാന്റിന്നോ അല്ലെങ്കിൽ വിൻക എന്നൊക്കെ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് സ്ലൈഡിൽ ഷുഗർ സൊല്യൂഷൻ ഇട്ട് ഒരു 10% ഷുഗർ സൊല്യൂഷൻ, അതായത് 10 ഗ്രാം ഷുഗർ 100 ml വെള്ളത്തിൽ കലക്കിയാൽ 10% ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കി അതിനകത്ത് ഒരു 15 to 30 minutes ഇൻക്യുബേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് പതുക്കെ അതിന്റെ പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും കേട്ടോ. അപ്പൊ ആ പോളൻ ട്യൂബിന്റെ ജെർമിനേഷൻ നമുക്ക് കാണാൻ കഴിയും. ആ പോളൻ ട്യൂബിന്റെ ജെർമിനേഷന് ഫുഡ് വേണം, ആ ഫുഡാണ് നമ്മൾ ഈ കൊടുത്ത ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ അതിനെ ജെർമിനേറ്റ് ചെയ്യാൻ കഴിയുന്നത് കേട്ടോ.
ഈ നമ്മള് 9th ചാപ്റ്ററിലാണ് പ്ലാന്റ് ബ്രീഡിംഗിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് പ്ലാന്റ് ബ്രീഡിംഗ് ചെയ്യുമ്പോൾ നമ്മൾ 2 ഡിഫറെന്റ് സ്പീഷീസിലുള്ള പ്ലാന്റിനെ അല്ലെങ്കിൽ നമ്മുടെ 2 ഡിസൈഡ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഉള്ള പ്ലാന്റിനെ തമ്മിൽ സുപ്പീരിയർ വെറൈറ്റി ഉള്ള 2 പ്ലാന്റിനെ തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന മെത്തേഡ് കേട്ടോ. അത് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അങ്ങനത്തെ ക്രോസിംഗ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് മാത്രമാണ് പോളിനേഷൻ നടക്കാവുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മേനെ അൺഡിസൈഡ് ആയിട്ടുള്ള പോളിനേഷൻ അല്ലെങ്കിൽ കണ്ടാമിനൻസ് പോളൻ ഗ്രെയിൻ കണ്ടാമിനൻസിനെ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസിനെ അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. ഓക്കെ, അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ടെക്നിക്കാണ്. അതായത് ഇമാസ്കുലേഷനും ബാഗിങ് എന്ന് പറയുന്ന 2 ടെക്നിക്കാണ് അവിടെ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ കേട്ടോ. അത് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ്സിലാണെങ്കിൽ ആന്തർ മെച്ചുർ ആവുന്നതിന് മുമ്പ് ആന്തറിനെ അങ്ങ് കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് കളയണം കേട്ടോ. എന്ന് പറഞ്ഞാൽ ആന്തറിൽ നിന്ന് ഒരിക്കലും ആ ആന്തറിലെ പോളൻ ഗ്രെയിൻ അല്ല യൂസ് ചെയ്യുന്നെങ്കിൽ ആ ആന്തറിൽ നിന്ന് ഒരിക്കലും പോളൻ ഗ്രെയിൻ അതിന്റെ സ്റ്റിഗ്മയിൽ വീണ് സ്റ്റിഗ്മേനെ കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ആന്തറിനെ മെച്യൂരിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ കട്ട് ചെയ്ത് കളയണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അതേപോലെ ഇമാസ്കുലേറ്റഡ് ഫ്ലവേഴ്സിലെ ഇതിന് സ്റ്റിഗ്മേനെ നമ്മൾ എപ്പോഴും ബാഗ് ചെയ്ത് വെക്കണം. ബാഗ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ കവർ ചെയ്ത് വെക്കണം. കവർ ചെയ്ത് വെക്കണം സാധാരണ ബട്ടർ പേപ്പർ ഒക്കെ വെച്ച് കവർ ചെയ്ത് വെച്ചാൽ മതി. അത് അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു പ്രോസസ്സിന് നമ്മൾ ബാഗിംഗ് എന്നാണ് പറയുക. അപ്പൊ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമാസ്കുലേഷനും ബാഗിങ്ങും ആണ്. അപ്പൊ ബാഗിംഗ് എന്ന് പറയുന്നത് സ്റ്റിഗ്മേനെ കവർ ചെയ്ത് വെക്കുന്നതിനാണ് ബാഗിംഗ് എന്ന് പറയുന്നത്. ഈ സ്റ്റിഗ്മ ബാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിക്കുന്ന സമയത്ത് അതിനെ ഓപ്പൺ ചെയ്തിട്ട് അതിന്റെ അകത്തേക്ക് ആ സ്റ്റിഗ്മയുടെ സർഫസിലേക്ക് നമുക്ക് വാണ്ടഡ് പോളൻ ഗ്രെയിൻ, നമ്മൾ ഡിസൈഡ് പോളൻ ഗ്രെയിൻ, നമ്മൾ ഏത് പോളൻ ഗ്രെയിനെയാണോ ഉദ്ദേശിക്കുന്നത് അതുമായിട്ട് പോളിനേറ്റ് ചെയ്യാൻ ആ പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്ത് ഈ സ്റ്റിഗ്മയുടെ മേലെ ഡസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പൗഡർ ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന്റെ മേലെ കുടഞ്ഞിട്ടിട്ട് നമ്മൾ അതിനെ വീണ്ടും റീബാഗ് ചെയ്തു വെക്കണം. എന്നിട്ട് അതിന്റെ ഫ്രൂട്ട്സിന്റെയും സീഡ്സിന്റെയും ഡെവലപ്മെന്റിന് അലൗ ചെയ്യണം. അതാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ടെക്നിക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെയും പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ തന്നെയാണ് കേട്ടോ. ഇനി ഫീമെയിൽ പേരന്റ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ ഇമാസ്കുലേഷന്റെ ആവശ്യം ഇല്ല. കാരണം ഇമാസ്കുലേഷൻ നടക്കുമ്പോൾ ഇമാസ്കുലേഷൻ നടത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് ഫ്ലവറിന്റെ ഉള്ളിലിരിക്കുന്ന ആന്തർ വന്ന് വീഴണ്ടോന്ന് നോക്കിയാൽ മതി. ഇനി അതല്ല ഇത് ഇപ്പോ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെ നിന്നും പോളൻ ഗ്രെയിൻ വരില്ല, നമ്മൾ ആ കവർ ഓപ്പൺ ചെയ്യാതെ കേട്ടോ. അതുകൊണ്ട് അവിടെ ഇമാസ്കുലേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇമാസ്കുലേഷൻ ചെയ്യുന്ന എപ്പോഴും ബൈസെക്ഷൽ ഫ്ലവേഴ്സിലാണ്. ബാഗിങ് ബൈസെക്ഷൽ ഫ്ലവേഴ്സിലും ചെയ്യണം, അതേപോലെ തന്നെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സിലും ബാഗിങ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട് കേട്ടോ. അത് എന്താണ് സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവുന്ന കണ്ടീഷനിൽ ഈ പറയുന്ന ബാഗ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റിഗ്മയുടെ മേലെ പോളൻ ഗ്രെയിൻസ് ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം വീണ്ടും റീബാഗ് ചെയ്ത് അതിന്റെ ഫ്രൂട്ടിന്റെ സീഡിന്റെ ഡെവലപ്മെന്റിന് അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കാം. നമ്മൾ ഇതുവരെ വായിച്ചില്ല, ആദ്യം മുതൽ നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. See here, pollen pistil interaction. Pollination does not guarantee the transfer of the right type of pollen or compatible pollen of the same species as the stigma. Stigmയുടെ അതേ സ്പീഷീസിലുള്ള പോളൻ ഗ്രെയിനെ കൊണ്ടുവരണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. Often pollen of the wrong type, either from other species or from the same plant, if it is self-incompatible, also land on the stigma. Unwanted pollen grains-ഉം സ്റ്റിഗ്മയുടെ മേലെ വന്ന് ലാൻഡ് ചെയ്യാം. The pistil has the ability to recognize the pollen. പിസ്റ്റിലിന് പോളനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. വെദർ ഇറ്റ് ഈസ് ഓഫ് ദ റൈറ്റ് ടൈപ്പ് ഓർ കമ്പാറ്റിബിൾ ഓർ ഓഫ് ദ റോങ് ടൈപ്പ് ഇൻകമ്പാറ്റിബിൾ. അത് കമ്പാറ്റിബിൾ ആണെങ്കിലും ഇൻകമ്പാറ്റിബിൾ ആണെങ്കിലും അതിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി സ്റ്റിഗ്മയ്ക്ക് ഉണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഓഫ് ദ റൈറ്റ് ടൈപ്പ് ദ പിസ്റ്റിൽ ആക്സെപ്റ്റ് ദ പോളൻ ആൻഡ് പ്രൊമോട്ട് ദ പോസ്റ്റ് പോളിനേഷൻ ഈവൻസ്. അതൊരു കമ്പാറ്റിബിൾ ആയിട്ടുള്ള പോളൻ ആണെങ്കിൽ സ്റ്റിഗ്മ അതിനെ റിസീവ് ചെയ്യും അല്ലെങ്കിൽ പിസ്റ്റിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യും. പോളൻ പോസ്റ്റ് പോളിനേഷൻ ഈവൻസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. പോസ്റ്റ് പോളിനേഷൻ ഈവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പോളൻ ജെർമിനേഷൻ ആണ് കേട്ടോ.
പോളൻ ജെർമിനേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോളൻ ഗ്രെയിന്റെ ഉള്ളിലിരിക്കുന്ന ജനറേറ്റീവ് സെല്ലോ ഒവ്യൂളിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കും. ഇഫ് ദ പോളൻ ഈസ് റോങ് ടൈപ്പ്, ദ പിസ്റ്റൽ റിജക്ട് ദ പോളൻ ബൈ പ്രിവെന്റിംഗ് പോളൻ ജെർമിനേഷൻ ഓൺ ദ സ്റ്റിഗ്മ ഓർ ദ പോളൻ ട്യൂബ് ഗ്രോത്ത് ഇൻ ദ സ്റ്റൈൽ. ഇനി അത് തെറ്റായിട്ടുള്ളൊരു പോളൻ ഗ്രെയിൻ ആണെങ്കിൽ പിസ്റ്റില് ഈ പോളൻ ഗ്രെയിനെ റിജക്ട് ചെയ്യുകയും പോളൻ ജെർമിനേഷനെ പ്രിവെന്റ് ചെയ്യുകയും പോളൻ ട്യൂബ് സ്റ്റൈൽ വഴി ഉണ്ടാവാതെ അതിന്റെ ഗ്രോത്തിനെ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യും. Ability of the stigma to recognize the pollen followed by its acceptance or rejection is the result of a continuous dialogue between the pollen grain and the pistil. ഈ പിസ്റ്റലിന്റെ പോളൻ ഗ്രെയിനെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള എബിലിറ്റി, അതിനെ ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ആ പോളനും പിസ്റ്റിലും തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് ഡയലോഗാണ്. പോളൻ ഗ്രെയിനും പിസ്റ്റിലും തമ്മിലുള്ള ഒരു കണ്ടിന്യൂസ് ഡയലോഗിന്റെ ഫലമായിട്ടാണ്. ഈ ഡയലോഗിനെ മീഡിയേറ്റ് ചെയ്യുന്ന കെമിക്കൽ കമ്പോണൻസ് ആണ്. ദിസ് ഡയലോഗ് is mediated by chemical components of the pollen interacting with those of the pistil. ആ പോളനും പിസ്റ്റിലും തമ്മിലുള്ള കെമിക്കൽ ഇന്ററാക്ഷൻ കൊണ്ടാണ് അവർക്ക് അതിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നത്. ഇറ്റ് ഈസ് ഓൺലി ഇൻ റീസെന്റ് ഇയേഴ്സ് ദാറ്റ് ബോട്ടണിസ്റ്റ് ഹാവ് ബീൻ ഏബിൾ ടു ഐഡന്റിഫൈ സം ഓഫ് ദ പോളൻ ആൻഡ് പിസ്റ്റിൽ കമ്പോണൻസ് ആൻഡ് ദ ഇന്ററാക്ഷൻ ലീഡിംഗ് ടു ദ റെക്കഗ്നീഷൻ ഫോളോഡ് ബൈ ആക്സെപ്റ്റൻസ് ഓർ റിജക്ഷൻ. ഈ ഒരു മെക്കാനിസം, അതായത് pollen pistil interaction, chemical dialogue between the pollen and pistil, that was recognized very late or very recently by the botanist. വളരെ അടുത്ത കാലത്താണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, അതേപോലെ as mentioned earlier, following compatible pollination, the pollen grains germinate on the stigma to produce a pollen tube ത്രൂ വൺ ഓഫ് ദ ജെംപോർ. പോളൻ ട്യൂബ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളൻ ഗ്രെയിന്റെ ഒരു ജെംപോർ വഴിയാണ് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, ദ കണ്ടന്റ് ഓഫ് ദ പോളൻ ഗ്രെയിൻ മൂവ് ഇൻ ടു ദ പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബിലേക്ക് പോളൻ ഗ്രെയിന്റെ കണ്ടന്റ് മൂവ് ചെയ്യും. അതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്താണ്? ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ആണ് കേട്ടോ. പോളൻ ട്യൂബ് ഗ്രോ ത്രൂ ദ ടിഷ്യൂ ഓഫ് ദ സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ ആൻഡ് റീച്ചസ് ദ ഓവറി. പോളൻ ട്യൂബ് സ്റ്റിഗ്മയും സ്റ്റൈലും വഴി ഗ്രോ ചെയ്ത് അത് ഓവറിയിലേക്ക് എത്തും. യു വുഡ് റീകോൾ ദാറ്റ് ഇൻ സം പ്ലാന്റ്സ് പോളൻ ഗ്രെയിൻസ് ആർ ഷെഡ് അറ്റ് ടു സെൽഡ് കണ്ടീഷൻ, എ വെജിറ്റേറ്റീവ് സെൽ ആൻഡ് എ ജനറേറ്റീവ് സെൽ. നമ്മൾ പഠിച്ചിട്ടുണ്ട് 60% പ്ലാന്റ്സിലും പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഒരു ജനറേറ്റീവ് സെല്ലും ആയിട്ടാണെന്ന്. ആ തരത്തിലുള്ള പ്ലാന്റിൽ ഇൻ സച്ച് പ്ലാന്റ്സ് ദ ജനറേറ്റീവ് സെൽ ഡിവൈഡ്സ് ആൻഡ് ഫോം ദ ടു മെയിൽ ഗാമീറ്റ് ഡ്യൂറിംഗ് ദ ഗ്രോത്ത് ഓഫ് ദ പോളൻ ട്യൂബ് ഇൻ ദ സ്റ്റിഗ്മ. ആ തരത്തിലുള്ള പ്ലാന്റ്സിൽ ഈ മെയിൽ ഗാമീറ്റ് രണ്ടായിട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് രണ്ടായിട്ട് മാറും വെൻ ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പോളൻ ട്യൂബ്. പോളൻ ട്യൂബ് വഴി പാസ് ചെയ്യുന്ന സമയത്ത് അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. അതുപോലെ തന്നെ പോളൻ ഗ്രെയിൻ 3 സെൽഡ് കണ്ടീഷനിൽ ആണ് ഷെഡ് ഓഫ് ചെയ്യുന്നതെങ്കിൽ പോളൻ ട്യൂബ് ക്യാരി ചെയ്യുന്ന 2 മെയിൽ ഗാമീറ്റിനെ അതിന്റെ ബിഗിനിങ്ങിൽ തന്നെ 2 മെയിൽ ഗാമീറ്റിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പോളൻ ട്യൂബ് ആഫ്റ്റർ റീച്ചിങ് ദ ഓവറി എൻറ്റേഴ്സ് ദ ഒവ്യൂൾ ത്രൂ ദ മൈക്രോപൈൽ ആൻഡ് ദെൻ എൻറ്റേഴ്സ് വൺ ഓഫ് ദ സൈനർജി ത്രൂ ദ ഫിലിഫോം അപ്പാരറ്റസ്. പോളൻ ട്യൂബ് ഓവറിയിൽ എത്തിയതിനു ശേഷം ഒവ്യൂളിലേക്ക് എൻറ്റർ ചെയ്യും. മൈക്രോപൈൽ വഴിയാണ് ഒവ്യൂളിലേക്ക് എൻറ്റർ ചെയ്യുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം അത് ഫിലിഫോം അപ്പാരറ്റസ് വഴി സൈനർജിഡിലേക്ക് എൻറ്റർ ചെയ്യും. In recent studies, many recent studies have shown that filiform apparatus present at the micropylar part of the synergid guides the entry of pollen tube. നമ്മുടെ ഈ പോളൻ ട്യൂബിന്റെ എൻട്രീനെ ഗൈഡ് ചെയ്യുന്നത് ഫിലിഫോം അപ്പാരറ്റസ് ആണ്. സൈനർജിഡിന്റെ മേലെ ഇരിക്കുന്ന മൈക്രോപൈലാർ റീജിയനിലുള്ള സൈനർജിഡിന്റെ മേലെ ഇരിക്കുന്ന ഫിലിഫോം അപ്പാരറ്റസ് ആണ് ഈ പോളൻ ട്യൂബിനെ ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് റീസെന്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചത്. All these events from pollen deposition on the stigma until pollen tube enters the ovule are together referred to as pollen pistil interaction. അതായത് പോളൻ ഡെപ്പോസിറ്റ് മുതൽ പോളൻ ട്യൂബ് ഒവ്യൂളിൽ എൻറ്റർ ചെയ്യുന്നത് വരെ ഉള്ള ആ ഒരു പ്രോസസ്സിനെ നമ്മൾ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്നാണ് പറയുന്നത്. As pointed out earlier, pollen pistil interaction is a dynamic process involving pollen recognition followed by promotion or inhibition of the pollen. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോളൻ പിസ്റ്റിൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പോളൻ റെക്കഗ്നൈസ് ചെയ്യും, അതായത്
പിസ്റ്റിൽ വന്നിട്ട് പോളനെ റെക്കഗ്നൈസ് ചെയ്യും. ഒന്നുപോലെ അതിനെ റെക്കഗ്നൈസേഷന് ശേഷം ഒന്നുപോലെ അതിനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുകയോ ചെയ്യുന്നത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് എന്നാണ് പറഞ്ഞത്. ദ നോളജ് ഗെയിൻഡ് ഇൻ ദിസ് ഏരിയ വുഡ് ഹെൽപ് ദ പ്ലാന്റ് ബ്രീഡർ ഇൻ മാനിപ്പുലേറ്റിംഗ് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷൻ ഈവൻ ഇൻ ഇൻകമ്പാറ്റബിൾ പോളിനേഷൻസ് ടു ഗെറ്റ് ഡിസൈഡ് ഹൈബ്രിഡ്സ്. ഈ പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷനെ കുറിച്ചിട്ടുള്ള ഒരു നോളജ് കിട്ടിയത് പ്ലാന്റ് ബ്രീഡറിന് പോളൻ പിസ്റ്റൽ ഇന്ററാക്ഷനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇൻകമ്പാറ്റബിൾ ആയിട്ടുള്ള പോളിനേഷൻ നടത്തി ഡിസൈഡ് ഹൈബ്രിഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. യു ക്യാൻ ഈസിലി സ്റ്റഡി പോളൻ ജെർമിനേഷൻ ബൈ ഡസ്റ്റിംഗ് സം പോളൻ ഫ്രം ഫ്ലവേഴ്സ് സച്ച് ആസ് പീ, ചിക് പീ, Crotalaria, balsam and vinca on a glass slide containing a drop of sugar solution about 10%. എന്ന് പറഞ്ഞാൽ നമുക്ക് പോളൻ ജെർമിനേഷൻ കാണണം എന്നുണ്ടെങ്കിൽ ചില പ്ലാന്റ്സിലെ പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്തതിന് ശേഷം, അതായത് ഈ പ്ലാന്റ്സിലേക്ക് പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്തതിന് ശേഷം ഷുഗർ സൊല്യൂഷനിൽ നമ്മൾ ഒരു 15 to 30 minutes ഇൻക്യുബേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ക്യാൻ സീ ദ പോളൻ ട്യൂബ് elongation. See here, after about 15 to 30 minutes, observe the slide under the low power lens of the microscope. You are likely to see pollen tube coming out of the pollen grain. ഒരു 15-30 മിനിറ്റ് ഇൻക്യുബേഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പോളൻ ട്യൂബ് എലോങ്ങേറ്റ് ചെയ്ത് വരുന്നത് കാണാനായിട്ട് കഴിയും. ഓക്കെ, ആസ് യു ഷാൽ ലേൺ ഇൻ ദ ചാപ്റ്റർ ഓൺ പ്ലാന്റ് ബ്രീഡിംഗ്, ചാപ്റ്റർ 9, എ ബ്രീഡർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ക്രോസിംഗ് ഡിഫറെന്റ് സ്പീഷീസ് ആൻഡ് ഓഫൺ ജനറേറ്റ് ടു കമ്പൈൻ ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് ടു പ്രൊഡ്യൂസ് കൊമേഴ്ഷ്യലി സുപ്പീരിയർ വെറൈറ്റീസ്. അതായത് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന ചാപ്റ്റർ പ്ലാന്റ് ബ്രീഡിംഗ് എന്ന ഒരു പോർഷൻ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഈ പ്ലാന്റ് ബ്രീഡേഴ്സ് അവർ വളരെ ഇൻട്രസ്റ്റഡ് ആണ് രണ്ട് ഡിഫറെന്റ് സ്പീഷീസ് തമ്മിൽ ക്രോസ് ചെയ്യിപ്പിക്കാനും അത് കമ്പയർ ചെയ്യിപ്പിച്ച് ഡിസൈറബിൾ ക്യാരക്ടേഴ്സ്, സുപ്പീരിയർ വെറൈറ്റി ഡിസൈറബിൾ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഇൻട്രസ്റ്റ് ആണ് ഇവർക്ക്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഇത് അവർ അച്ചീവ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സുപ്പീരിയർ വെറൈറ്റീസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഫോളോ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ആണ്. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഇസ് വൺ ഓഫ് ദ മേജർ approach of crop improvement program. In such crossing experiment, it is important to make sure that only the desired pollen grains are used for pollination and the stigma is protected from the contamination from unwanted pollen. This is achieved by emasculation and bagging technique. Artificial hybridization വേണ്ടിയിട്ട് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാമിലാണ് സാധാരണയായിട്ട് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. അങ്ങനത്തെ ക്രോസിംഗ് എക്സ്പെരിമെന്റിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മേക്ക് ഷുവർ ചെയ്യേണ്ട, ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യമാണ് ഡിസൈഡ് പോളൻ ഗ്രെയിൻസ്. നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പോളൻ ഗ്രെയിൻ മാത്രമാണ് പോളിനേഷൻ നടക്കാവുള്ളൂ. അത് എന്ന് പറഞ്ഞാൽ സ്റ്റിഗ്മേനെ അൺവാണ്ടഡ് പോളിനേഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം, അല്ലെങ്കിൽ കണ്ടാമിനേഷൻ ഉണ്ടാവാതെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. അതിനു വേണ്ടിയിട്ട് ക്രോസ് ഹൈബ്രിഡൈസേഷൻ ഫോർ ദ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഫോർ ദ ഡിസൈഡ് വെറൈറ്റി ടു മേക്ക് 2 different types of technique is used, that is emasculation and bagging. അതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന 2 ടെക്നിക്കാണ് ഇമാസ്കുലേഷൻ, ബാഗിംഗ് എന്ന് പറയുന്നത്. ഫീമെയിൽ പേരന്റ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആണ് ക്യാരി ചെയ്യുന്നതെങ്കിൽ അതിന്റെ ആന്തർ മെച്യൂർ ആവുന്നതിന് മുമ്പ് അതിനെ റിമൂവ് ചെയ്യണം. അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ ഫീമെയിൽ പേരന്റ് ബിയേഴ്സ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, റിമൂവൽ ഓഫ് ആന്തേഴ്സ് ഫ്രം ദ ഫ്ലവർ ബട്ട് ബിഫോർ ദ ആന്തർ ഡെഹിസ് യൂസിംഗ് എ പെയർ ഓഫ് ഫോഴ്സപ്പ് ഈസ് നെസസറി. അതിനെ നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയും. Emasculated flowers have to be covered with a bag of suitable size, generally made up of butter paper, to prevent the contamination of its stigma with unwanted pollen. This process is called as bagging. When the stigma of bagged flower attain receptivity, mature pollen grains collected from anthers of the male parent are dusted on the stigma and the flowers are rebagged and the fruits are allowed to develop. ഇവിടെ emasculation technique വഴി ആന്തർ റിമൂവ് ചെയ്യേ, ആന്തർ റിമൂവ് ചെയ്ത ഫ്ലവറിന്റെ ഉള്ളില് ആ സ്റ്റിഗ്മ കവർ ചെയ്ത് വെച്ച്, ബാഗിങ് ചെയ്ത് വെച്ച്, ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുകയും ചെയ്ത അൺവാണ്ടഡ് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയുടെ മേലെ വന്ന് ഇരിക്കാതിരിക്കും. അതിനെ കവർ ചെയ്ത് വെക്കുന്ന ഫിനോമിനോണ്ട് പറയുന്നതാണ് ബാഗിങ് എന്ന് കേട്ടോ. ഈ സ്റ്റിഗ്മ ബാഗ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലവർ അതിന്റെ സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി കാണിക്കുന്ന സമയത്ത് ഡിസൈഡ് പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്ത്, അതായത് നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന പോളൻ ഗ്രെയിനെ കളക്ട് ചെയ്ത് ഈ സ്റ്റിഗ്മ ഓപ്പൺ ചെയ്ത്,
ബാഗ് ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റിഗ്മ ഓപ്പൺ ചെയ്ത് പോളൻ ഗ്രെയിനിനെ അതിന്റെ മേലെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. ദെൻ ആഫ്റ്റർ ദാറ്റ് അഗെയിൻ വി നീഡ് ടു റീബാഗ് ഇറ്റ്. പിന്നെ നമ്മൾ അതിനെ കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിനെ ഫ്രൂട്ട് സെറ്റിങ്ങിന് വേണ്ടിയിട്ട് അലൗ ചെയ്യണം. വീണ്ടും കവർ ചെയ്ത് വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? പിന്നീട് വേറൊരു പോളൻ ഗ്രെയിൻ അവിടെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഫീമെയിൽ പേരൻസ് ഇഫ് ദേ പ്രൊഡ്യൂസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ദർ ഇസ് നോ നീഡ് ഓഫ് ഇമാസ്കുലേഷൻ. ദ ഫീമെയിൽ ഫ്ലവേഴ്സ് ബഡ്സ് ആർ ബാഗ്ഡ് ബിഫോർ the flowers open. When the stigma become receptive, pollination is carried out using the desired pollen and the flowers rebagged. ഈ ഫീമെയിൽ പേരന്റ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ അകത്ത് ഫീമെയിൽ ഫ്ലവർ ജസ്റ്റ് ബാഗ് ചെയ്ത് വെച്ചാൽ മതി, അവിടെ ഇമാസ്കുലേഷന്റെ ആവശ്യമില്ല. അപ്പൊ ഇമാസ്കുലേഷൻ ചെയ്യുന്ന എപ്പോഴും ബൈസെക്ഷൽ ഫ്ലവേഴ്സിന് മാത്രമാണ് ഇമാസ്കുലേഷൻ ചെയ്യേണ്ടതുള്ളൂ. അത് ബാഗ് ചെയ്ത് വെച്ചേക്കുന്ന ഫ്ലവറിന്റെ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി കാണിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത് മെച്ചുർ ആകുന്ന സമയത്ത് ഡിസൈഡ് പോളൻ ഗ്രെയിൻസിനെ കളക്ട് ചെയ്തതിന് ശേഷം ഈ സ്റ്റിഗ്മയുടെ മേലെ വിതർ ഓഫ് ചെയ്യുകയും അതിനെ റീബാഗ് ചെയ്ത് വെച്ച് ഫ്രൂട്ട് സെറ്റിനും സീഡ് സെറ്റിനും അനുവദിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിൽ കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ള ഡബിൾ ഫെർട്ടിലൈസേഷൻ ആണ്. ദാറ്റ് വി വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. ഓക്കെ.